ഹണി റോസിന്റെ അധിക്ഷേപ പരാതിയിൽ റിമാൻഡിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും എന്ന പുതിയ അപ്ഡേറ്റാണ് ഇപ്പോൾ വരുന്നത്. ഹർജി അടിയന്തര സ്വഭാവ ഉള്ളതല്ല എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. ശ്രീകാന്ത്, ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ചാണെങ്കിൽ വീണ്ടും ജയിലിൽ തന്നെ തുടരേണ്ടി വരും ഈ ചൊവ്വാഴ്ച വരെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അറ്റ്ലീസ്റ്റ് ചൊവ്വാഴ്ച വരെങ്കിലും ജയിലിൽ തുടരേണ്ടി വരും. അപ്പോൾ എന്താണ് ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ, വാദങ്ങൾ? ശക്തമായ തിരിച്ചടി ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതിയിൽ നിന്നും കിട്ടിയിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കില്ല എന്ന് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഒരു പ്രത്യേകതയും ബോബി ചെമ്മണ്ണൂരിനില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ജാമ്യാപേക്ഷ വന്നാൽ 3 ദിവസം പോലീസിന് മറുപടി നൽകാൻ സമയം നൽകും. അതാണ് കീഴ്വഴക്കം, അതറിയില്ലേ എന്ന് പ്രതിഭാഗം അഭിഭാഷകനോട് കോടതി ചോദിക്കുകയുണ്ടായി. സാധാരണഗതിയിൽ പോലീസിനോട് മറുപടി തേടുമല്ലോ എന്നും കോടതി ചോദിച്ചു. സാധാരണക്കാർക്കില്ലാത്ത ഒരു പരിഗണനയും ഈ കേസിലും ഇല്ല എന്ന് ഹൈക്കോടതി ഇപ്പോൾ പറയുന്നു. മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഇത് FIR റദ്ദാക്കാനുള്ള അപേക്ഷയല്ലല്ലോ എന്നിപ്പോൾ ഹൈക്കോടതി അതിന് മറുപടിയായി ചോദിക്കുകയും ചെയ്തു. പോലീസിനോട് വിശദീകരണം തേടി. ചൊവ്വാഴ്ച ജാമ്യാപേക്ഷ പരിഗണിക്കും. ഒരു ഉപദേശം കൂടി നൽകിയിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരിന്. പൊതു ഇടങ്ങളിൽ പരാമർശം നടത്തുമ്പോൾ സൂക്ഷിക്കണം എന്നാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്ന ഒരു ഉപദേശം. കുറ്റകൃത്യം ഞാനിനി ആവർത്തിക്കില്ല എന്ന് ബോബി ചെമ്മണ്ണൂരും കോടതി മുൻപാകെ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ശക്തമായ തിരിച്ചടി ഇപ്പോൾ ഈ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് കിട്ടിയിരിക്കുന്നു. റിമാൻഡിൽ തുടരേണ്ടി വരും. ചൊവ്വാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കണം. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇടക്കാല ജാമ്യമില്ല. ബോബി ചെമ്മണ്ണൂരിന് ശനി, ഞായർ, തിങ്കൾ ഈ 3 ദിവസങ്ങൾ കൂടി ജയിലിൽ തന്നെ തുടരേണ്ടി വരും. ഇന്ന് അദ്ദേഹം ഇതിനോടകം തന്നെ ജയിലിൽ തന്നെയാണ്. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ഇന്നൊരു ഇടക്കാല ജാമ്യം കിട്ടും എന്നുള്ളതായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഇന്ന് ജയിലിൽ തുടരണം. നാളെയും മറ്റന്നാളും തിങ്കളാഴ്ചയും ജയിലിൽ തന്നെ തുടരണം. ചൊവ്വാഴ്ച പോലീസ് റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷം കോടതി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ഒരു തരത്തിലുള്ള പ്രത്യേക പരിഗണനയും നൽകാനാകില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. ഈ കേസ് എടുത്തപ്പോൾ തന്നെ ചോദിച്ചത് എന്താണ് ഈ കേസിന് ഇത്ര പ്രത്യേകത, അടിയന്തരമായി പരിഗണന അർഹിക്കുന്ന എന്താണ് ഈ കേസിലുള്ളത് എന്ന് കോടതി. അതിൽ ഈ ജാമ്യാപേക്ഷയോടൊപ്പം തന്നെ അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അതായത് പ്രതിഭാഗത്തിൽ നിന്നുള്ള ഒരു വാദം എന്നത് മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നൊരു വാദം ഈ പ്രതിഭാഗത്ത്, അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതിനോട് എന്താണ് കോടതി പറഞ്ഞത്? ഒപ്പം തന്നെ ചില പ്രത്യേകമായ കാര്യങ്ങൾ, അതായത് FIR റദ്ദാക്കാനുള്ള അപേക്ഷയല്ല ഇത് ജാമ്യാപേക്ഷയാണ് എന്നൊക്കെയുള്ള ഉറപ്പെടുത്തൽ കൂടി കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടല്ലോ. ഈ ജാമ്യ ഹർജിയുടെ മെറിറ്റിലേക്കോ മറ്റോ ഒന്നും തന്നെ കോടതി ആഴത്തിൽ പോയിട്ടില്ല. ഈ പ്രതിഭാഗമാണ് ആദ്യം സംസാരിച്ചത്. അവർ പറഞ്ഞത് മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട്, ഇനി ഇത്തരത്തിലുള്ള പരിപാടി ആവർത്തിക്കില്ല, ഇനി തെറ്റ് ആവർത്തിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവർ പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പോഴാണ് കോടതി ചോദിക്കുന്നത്, ഈ കോടതി എൻ്റെ ടെക്നിക്കാലിറ്റിയാണ് ചൂണ്ടിക്കാണിച്ചത് പ്രജിൻ. അതായത് ഒരു 3 ദിവസമെങ്കിലും ഇപ്പോൾ റിമാൻഡിലായി കഴിഞ്ഞു, ഒരു 3 ദിവസമെങ്കിലും പോലീസിന് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണം. അതിൽ അടിയന്തര ഇടപെടൽ നടത്തേണ്ട സാഹചര്യം അല്ലെങ്കിൽ ആ കേസിനുണ്ടാകണം. ഇതിലെന്താണ് അടിയന്തരമായി സാഹചര്യം ഉള്ളത്? അതൊരു ടെക്നിക്കൽ ചോദ്യമാണ്. അതിന് കൃത്യമായൊരു മറുപടി പറയാൻ കഴിയില്ല. അതിനാണ് പറഞ്ഞത് ഇതിൽ മജിസ്ട്രേറ്റിന് മുൻപാകെ പല കാര്യങ്ങളും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ മജിസ്ട്രേറ്റ് അത് ഗൗരവത്തിലെടുത്തില്ല, മജിസ്ട്രേറ്റ് അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് കോടതിയിൽ ഇന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പറഞ്ഞത്. അതൊരു ടെക്നിക്കൽ ചോദ്യത്തിന് നൽകിയ മറുപടിയാണ്. പക്ഷേ അതിൽ കോടതി തൃപ്തരായിരുന്നില്ല. കോടതി പറഞ്ഞത് സ്വാഭാവികമായും ഒരു 3-4 ദിവസം പോലീസിന് റിപ്പോർട്ട് നൽകാൻ കൊടുക്കും, ആ സമയം കൊടുക്കേണ്ടതല്ലേ, അതറിയില്ലേ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ചോദിച്ചത്. ഇത്തരത്തിൽ ടെക്നിക്കൽ ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഈ റിപ്പോർട്ട് വരട്ടെ, ആ റിപ്പോർട്ട് പരിഗണിച്ചിട്ടാണ് സാധാരണ ഈ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി അല്ലെങ്കിൽ ഇതിന് അടിയന്തര പ്രാധാന്യം വേണം. എന്ത് അടിയന്തര പ്രാധാന്യമാണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ അതില്ല എന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ആ ചോദ്യം ചോദിക്കുന്നത്. ഇല്ല എന്ന് മനസ്സിലായതോടെ കോടതി പറഞ്ഞത് ഒരു സാധാരണ പൗരന് നൽകുന്ന ആ പരിഗണന മാത്രമേ ബോബി ചെമ്മണ്ണൂരിനുള്ളൂ, അതിനപ്പുറത്തേക്കൊരു പരിഗണനയും ബോബി ചെമ്മണ്ണൂരിനില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ശേഷം ജാമ്യാപേക്ഷ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. സാങ്കേതിക നടപടി എന്ന നിലയിൽ പോലീസിനോട് വിശദീകരണം തേടി. ശ്രീകാന്ത്, സാധ്യമായ എല്ലാ നിയമവഴികളും സ്വാഭാവികമായിട്ടും പ്രതിഭാഗത്തുനിന്നുണ്ടാകും. ഇതിപ്പോൾ ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കാൻ മാറ്റി. ഇനിയുള്ള സാങ്കേതികമായി അല്ലെങ്കിൽ നിയമപരമായി ഇനി അടുത്ത സാധ്യതകൾ എന്താണ്? ഈ അപ്പീൽ കോടതിയിലേക്ക് ഇപ്പോൾ മൂവ് ചെയ്യാൻ ബോബിക്ക് കഴിയുമോ? അത്തരം സാധ്യതകൾ എന്താണ്?
ഇന്ന് തന്നെ മൂവ് ചെയ്യുന്നത് മണ്ടത്തരമാണ് എന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരെ വേറെ ആരും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. കാരണം പരിണിതപ്രജ്ഞരായ അഭിഭാഷകരാണ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഇപ്പോൾ ഒരു ബെയിലുമായി പോയി ആ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തു. ഇടക്കാല ജാമ്യം ചോദിച്ചു, അത് കിട്ടിയില്ല. അത് പോലീസിന്റെ റിപ്പോർട്ട് ചോദിച്ചു. ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി കേസ്, ആ റിപ്പോർട്ട് വരട്ടെ എന്ന് കോടതി പറയുകയും ചെയ്തു. അതിന്റെ ടെക്നിക്കാലിറ്റി കൂടി കോടതി ചൂണ്ടിക്കാണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യാപേക്ഷ തള്ളിപ്പോകുന്ന സാഹചര്യം. ഇപ്പോൾ നാളെ ശനിയും ഞായറുമാണ്. ഇനി അവർ എങ്ങോട്ട് പോകണമെങ്കിലും നാളെ മറ്റന്നാളും ഒക്കെ അവധിയാണ്. പിന്നെ തിങ്കളാഴ്ചയാണ് ഒരു ദിവസമുള്ളത്. അത് അന്നോ അതിൻ്റെ പിറ്റേന്നോ പോലീസ് അത് ഫയൽ ചെയ്യും. ആ കേസ് എടുക്കുന്നതിൻ്റെ അന്നോ അല്ലെങ്കിൽ തലേ ദിവസം വൈകുന്നേരത്തോടെയോ പോലീസ് അത് ഫയൽ ചെയ്യേണ്ടതാണ്. അങ്ങനെ നോക്കിയാൽ പോലും അവരിനി മേൽക്കോടതിയിലേക്ക് ധൃതിപ്പെട്ടു പോവുക എന്നുള്ളത് പ്രതീക്ഷിക്കുക വയ്യ. അതിബുദ്ധി കാണിക്കില്ല എന്ന് കരുതാം. അവർക്ക് അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ളവരുമായിരിക്കും. പെട്ടെന്ന് മുകളിലേക്ക് ഇവിടെ നിന്നും തള്ളി തൊട്ട് പിന്നാലെ അടുത്ത സ്ഥലത്തേക്ക് എന്ന് പോയാൽ അത് പരിഗണിക്കുവാൻ സാധ്യത തുലോം തുച്ഛമാണ്. അതിനാൽ തന്നെ തൽക്കാലം ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ തൽക്കാലം ബോബി ചെമ്മണ്ണൂരിന് കാക്കനാട് ജില്ലാ ജയിലിലെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ തുടരാം. ഇനി ശ്രീകാന്ത്, ഇപ്പോൾ ചൊവ്വാഴ്ച ഇതേ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്ന സമയത്ത് ഇതുപോലെ വാദങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് കോടതിക്ക് പുതിയ നിരീക്ഷണം എന്താണ്, ഈ വാദങ്ങളിൽ എന്താണ് കോടതി എടുക്കേണ്ട തീരുമാനം, അത് അന്നാണ് ഉണ്ടാവുക. അപ്പോൾ മാത്രമേ ഇതിൽ ജാമ്യം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളല്ല, വീണ്ടും റിമാൻഡിൽ തുടരേണ്ടി വരുമോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് വീണ്ടും വിധേയമാകേണ്ടി വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ. അങ്ങനെയല്ലേ? സ്വാഭാവികമായ കാര്യമാണ്. ഇവർ വയ്ക്കുന്ന റിപ്പോർട്ടുണ്ടാകും, അതിന് മറുപടി സത്യവാങ്മൂലം പ്രതിഭാഗം സ്വാഭാവികമായും കൊടുക്കുന്ന രീതി ഉണ്ടാകും. അതിൻ്റെ മറുപടി റിപ്പോർട്ട് വയ്ക്കുന്ന സാഹചര്യമുണ്ടാകും. പക്ഷേ അതിന് പോകുന്നതിന് മുമ്പ് ഒരു ഇടക്കാല ജാമ്യം അത് ചൊവ്വാഴ്ച തരപ്പെടുത്തിയെടുത്ത് തൽക്കാലം ജയിലിൽ നിന്ന് ഊരി പിന്നീട് ഈ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട് വിശദമായ വാദമൊക്കെ കേട്ട് ജാമ്യാപേക്ഷ കിട്ടുക, വാങ്ങിയെടുക്കുക എന്നുള്ളതിനായിരിക്കും അഭിഭാഷക സംഘം നോക്കാൻ പോകുന്നത്. ഒരു ഇടക്കാല ജാമ്യാപേക്ഷ എന്നുള്ളത് തന്നെയാണ് അവർ ഇന്ന് ഉദ്ദേശിച്ചത്, നടന്നില്ല. ചൊവ്വാഴ്ചയും ഉദ്ദേശിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് അത് തന്നെയായിരിക്കും. തിടുക്കപ്പെട്ട് അതിനു മുൻപ് മറ്റൊരു തീരുമാനമെടുക്കാൻ, തിടുക്കപ്പെട്ട് അതിനു മുൻപ് മറ്റൊരു നീക്കം നടത്താൻ സാധ്യതയില്ല. കാരണം വളരെ മികച്ച അഭിഭാഷക സംഘം ആണ് ഹാജരാകുന്നത്. അവർക്ക് അതിൻ്റെ ടെക്നിക്കാലിറ്റിയൊക്കെ അറിയാം എന്നും നമുക്കറിയാം. അതിനാൽ തന്നെ സ്വാഭാവികമായി ഈ റിപ്പോർട്ട് വരും, റിപ്പോർട്ടിന്മേൽ വിശദമായ വാദം നടക്കും. ശേഷം മാത്രമേ ജാമ്യം നൽകണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കും. പക്ഷേ അതിലൊരു പഴുതുള്ളത്, ചൊവ്വാഴ്ച വേണമെങ്കിൽ ഒരു ഇടക്കാല ജാമ്യം അതിന് അപേക്ഷ വയ്ക്കാം. അതിന്മേൽ ഒരു ഇടക്കാല ജാമ്യമെങ്കിലും തരപ്പെടുത്തിയെടുക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ അവർ വെച്ച് പുലർത്തും. അല്ല, അതേസമയം തന്നെ മറുഭാഗത്ത് വന്നാൽ പോലീസ് ഈ നീക്കം പ്രതീക്ഷിച്ചതാണ്, ജാമ്യ നീക്കം ഉണ്ടാകും എന്ന് അറിയാവുന്നതല്ല പോലീസ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോടതിയിൽ നിന്നുള്ള ഈ നിരീക്ഷണം അല്ലെങ്കിൽ ഈ ഹർജി മാറ്റിക്കൊണ്ടുള്ള ഈ ഒരു പുതിയ നിരീക്ഷണം, ഉത്തരവ്, അത് പോലീസിന് സഹായകവുമാണ്. അപ്പോൾ ചൊവ്വാഴ്ചയിലേക്ക് ഈ ഹർജി പരിഗണിക്കാൻ മാറ്റുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പോലീസിന്റെ നീക്കം എന്തായിരിക്കും? ഒപ്പം തന്നെ ഈ ജാമ്യം തടയുക എന്നത് തന്നെയാണ് പരമമായും പോലീസ് നോക്കുക. അങ്ങനെയുള്ള എന്താണ് പോലീസിന്റെ നീക്കങ്ങൾ? ബോബി ചെമ്മണ്ണൂരിനെ പൂട്ടാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലീസിന്റെ കയ്യിൽ ആവശ്യത്തിന് തെളിവുകളുണ്ട്. ചൊവ്വാഴ്ച കേസ് പരിഗണനയിലേക്ക് എടുക്കുമ്പോൾ ഹാജരാക്കാൻ വേണ്ടിയുള്ള എല്ലാ തെളിവുകളും ഒരു ഐഫോണിനുള്ളിലാക്കി അദ്ദേഹത്തിന്റെ ഐഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തുണ്ട് എന്നാണ് ഈ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ആ ഫോൺ തന്നെ മതിയാകും. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പെട്ടെന്ന് റിസൾട്ട് കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ്. എങ്കിലും അതിൽ നിന്ന് അവർക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ അവരെടുക്കും. ഒപ്പം തന്നെ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കണോ വേണ്ടയോ എന്നതൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഈ 2-3 ദിവസത്തിനകം ഉയർന്നു വന്നാൽ അതുകൂടി കോടതി മുമ്പാകെ മെൻഷൻ ചെയ്ത് ജാമ്യം തടയുന്ന നീക്കം നടത്താം. ഇതൊക്കെ തന്നെ ബോബിയെ പൂട്ടണം എന്ന് പോലീസ് തീരുമാനിച്ചാൽ എല്ലാ സാധ്യതകളും പോലീസിന് മുന്നിലുണ്ട്. ശനി, ഞായർ, തിങ്കൾ 3 ദിവസം പോലീസിന് ധാരാളമാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്. അവർക്ക് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കാം. ആ ഡിജിറ്റൽ തെളിവ്, ഒരു ഫോൺ കയ്യിലിരിപ്പുണ്ട്, അത് തുറന്നു വെച്ച് നോക്കിയാൽ മതി. അതിൻ്റെ ഡീറ്റെയിലുകളെല്ലാം എടുക്കാം. അതോടൊപ്പം തന്നെ വേറെ ഏതെങ്കിലും തരത്തിൽ ബോബിക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന രേഖകൾ, തെളിവുകൾ, മറ്റെന്തെങ്കിലും കേസുകൾ, അതൊക്കെ തന്നെ ഒപ്പിച്ചെടുക്കാൻ പോലീസ് ശ്രമിക്കുകയും ചെയ്യും. അത് ബോബിയെ പൂട്ടണമെന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ അതും ചെയ്യും. അതിനുശേഷമായിരിക്കും ചൊവ്വാഴ്ചത്തേക്ക് ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത്. പോലീസിനെ സംബന്ധിച്ച് ഈ 3 ദിവസം പ്രജിൻ വളരെ വളരെ നിർണായകമാണ്, വളരെ സഹായകരവുമാണ്.